ഏട്ടൻ തിരുമേനി എന്നാ കാനഡയിൽ നിന്ന് തിരിച്ചു വരിക? പോയിട്ട് ഇപ്പൊ 1 മാസല്ലേ ഉള്ളൂ. വരാനൊരു 3 മാസമെങ്കിലും എടുക്കും. ഏട്ടൻ തിരുമേനിയുടെ 2 ആൺമക്കളും കാനഡയിലല്ലേ? അതെ അതെ. അല്ല ഹാജിയാരെ, നിങ്ങളുടെ മുൻ MLA PK ശശി ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്തെ LDF സ്ഥാനാർത്ഥിയെ തറ പറ്റിക്കുമോ? KR ഗൗരിയമ്മ പോയി, MV രാഘവൻ പോയി, എന്നിട്ട് എന്തുണ്ടായേ? ഞമ്മടെ പാർട്ടി എന്ന് പറഞ്ഞാല് അതൊരു പ്രത്യേക ജനുസാണ്. PK ശശിയെ കൊണ്ടൊന്നും അതിനെ തകർക്കാൻ കഴിയൂല മാഷേ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് മണ്ണാർക്കാട് മേഖലയിലെ നിങ്ങളുടെ പാർട്ടിക്ക് ഇത്തിരി ഒരു ക്ഷീണം പറ്റി ഇല്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പില്. അന്തോണി മാഷ് പറഞ്ഞതാണ് കാര്യം. രണ്ടും 2 പാറ്റേൺ ആണ് തരുന്നത്. ഭരണവിരുദ്ധ വികാരം തോന്ന നോണ്ടൊരു ശങ്ക. ശങ്കയും ശങ്കനുമൊന്നും അല്ല തിരുമേനി, അതൊരു പരമസത്യ. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് എത്രമാത്രം വികസന പ്രവർത്തനങ്ങളാ പിണറായി സർക്കാർ നടത്തിയത്? അതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? വെറുതെ കണ്ണടച്ചിരുട്ടാക്കരുത് എൻ്റെ അന്തോണി മാഷെ. നമ്മുടെ സഖാവ് G സുധാകരനും മറുകണ്ഠം ചാടോ? ഹേയ്, അതിനൊന്നും ഒരു സാധ്യതയില്ല. സഖാവ് G സുധാകരനൊക്കെ ക്ലാസിക് കമ്മ്യൂണിസ്റ്റാ. അദ്ദേഹത്തിന്റെ 62 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ നയ പൈസയുടെ അഴിമതിയില്ല. അപ്പൊ നമ്മുടെ മറ്റു നേതാക്കളൊക്കെ തരം താഴ്ന്നവരാണെന്നാണോ നിങ്ങൾ കരുതണേ? ഹേയ്, നോം അങ്ങനെ സങ്കല്പിച്ചിട്ട് പോലും ഇല്ല. കരുതി കൂട്ടി നുണ പറയരുത് അയ്യാരെ. സഖാവ് ഗോവിന്ദൻ മാഷ് പരിഹസിച്ചു എന്നാ സുധാകരൻ സഖാവിന്റെ പ്രധാന പരാതി. ഗോവിന്ദൻ മാഷ് അങ്ങനെ ആരും പരിഹസിക്കുന്ന ആളൊന്നല്ല. ചില ചാനലുകാരും മനഃപൂർവ്വം നമ്മുടെ പാർട്ടിനെ ടാർഗറ്റ് ചെയ്യണതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അടുത്ത കേരളത്തിലെ ഭരണം UDF-ന്റേതാ. ഭരണം കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുന്ന വക്കീല് VD സതീശൻ പറയണ. മിക്കവാറും നമ്മുടെ സതീശൻ വക്കീലിന് അത് തന്നെ വേണ്ടി വരും. സർവേ ഫലങ്ങളെല്ലാം UDF-ന് അനുകൂലമാണേ. വെയിറ്റ് ആൻഡ് സീ അന്തോണി മാഷേ. നമുക്ക് ഒരു പരിഭവമില്ല, അടുത്ത ഭരണം കേരളത്തിൽ UDF-ന് തന്നെ. അത് അതിമോഹമാണ് അന്തോണി മാഷേ.